ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലൂടെയും 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിലൂടെയും ആണ് ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. വളരെ മനോഹരമായ തിരുവചന ഭാഗമാണ് ഇന്ന് നമുക്കായിട്ട് ദൈവം തന്നിരിക്കുന്നത്. ഈ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, ഹെഡിങ്ങില് വിശ്വാസത്യാഗത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും 12-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെ പറയുകയാണ്, ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യം ഇല്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നിട്ടുള്ളവർക്കാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ തിരുവചനത്തിലെ 2 തലങ്ങളെ കുറിച്ച് ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ബേസിക് ആയിട്ടുള്ള ബാലപാഠങ്ങളെ കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവര്. 2-ാമത്തെ തലത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അവര് നന്മ തിന്മകളെ കുറിച്ച് വിവേചിക്കാൻ കഴിവ് ലഭിക്കുന്നവരാണ്. അതായത് ഈ പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നവരുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്, അവരുടെ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത് അവര് നന്മ തിന്മകളെ കുറിച്ച് വിവേചിക്കാനുള്ള ഒരു കഴിവ് അവരിൽ ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം നന്മയെയും തിന്മയെയും കുറിച്ചൊരു വിവേചിക്കാനുള്ള ദൈവിക അറിവ് അവർക്ക് ലഭിക്കുന്നു. നമ്മളെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോഴും വചനത്തിലേക്ക് വരുമ്പോൾ, വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ പാല് കുടിക്കുന്നവരാണോ കട്ടിയായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന ജീവിത ശൈലിയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വന്നോ എന്ന്. നമ്മൾ ആദ്യത്തെ തലത്തിൽ നിന്ന് മാറിയാൽ, ഈ ആദ്യത്തെ തലത്തിൽ നിൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരെ പരിശീലിപ്പിക്കാൻ ഒരാൾ ആവശ്യമാണ്. എപ്പോഴും പാല് കുടിക്കുന്നവർക്ക് ഒരു പരിശീലകൻ ആവശ്യമാണ്. അടുത്ത സെക്ഷനിലേക്ക് വരുന്നവൻ, അവൻ കട്ടിയായ ഭക്ഷണങ്ങൾ വചനം വായിക്കുകയും വചനത്തെ വിവേചിക്കാനും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവും അവന് ലഭിക്കുന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ ഈ 2 തലങ്ങൾ വചനത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ദൈവം ബേസിക് ആയിട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്. ഇനി 6-ാമത്തെ അധ്യായത്തിലേക്ക് വളരെ വേഗം വരാം. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഇനി ശരിക്കും വചനം ഇങ്ങനെ പറയുകയാണ്, 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വത ഉള്ളവരായിട്ട് മാറാം. ഈ വചനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ നമ്മൾ പിന്നിടണം. നമ്മളിപ്പോൾ ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോഴും പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് പിന്തുടരുന്നത്. കർത്താവ് പറയുക, നിങ്ങൾ ഈ പ്രാഥമിക പാഠങ്ങൾ പിന്തുടരുന്ന പക്വതയിലേക്ക് വളരണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്വയം പര്യാപ്തിയിലേക്ക് ഒരു വളർച്ച നമുക്ക് വേണം ആത്മീയ ജീവിതത്തിൽ. അതുകൊണ്ട് പക്വതയിലേക്ക് വളരണം എന്ന് പറയുന്നത്. അതിന് ഒരു ഉദാഹരണം പറയുകയാണ്, നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്. ഈ ആത്മീയ ജീവിതത്തിലെ പക്വത ഉള്ളവരായി മാറുക എന്ന് പറയുന്നത്, അവരെ കുറിച്ച് വചനം പറയുകയാണ്, അവര് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവിനാണ് ദൈവം അവരോട് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പല ആത്മീക ജീവിത ശൈലിയും ഒരു പക്വതയില്ലാത്തതാ, നിർജീവമായിട്ടുള്ളതാ. കാരണം പണ്ട് മുതൽ നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ നിന്നൊരു റിസൾട്ട് ലഭിക്കാത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നിർജീവമാണ്.
ആ പക്വത പ്രാപിക്കുന്ന വിശ്വാസ ജീവിതത്തെ പക്വത പ്രാപിക്കുന്നവരെ കുറിച്ച് ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ നിർജീവ അവസ്ഥയിൽ നിന്ന് ഒന്ന് മാറണം. എന്നിട്ട് അടുത്ത കാര്യം പറയുകയാണ്, അവര് ദൈവത്തിലുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് വരണം. നിർജീവമായ ഈ ജീവിതത്തിൽ നിന്ന് മാറി വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ, വിശ്വാസത്തിൽ ഒരു ഉയർച്ചയുള്ളവരായിട്ട് മാറണമെന്ന് വചനം നമ്മൾ ഓർപ്പിക്കുകയാണ്. ഇനി ഈ ബേസിക് ആയിട്ടുള്ള കാര്യം, നിർജീവ അവസ്ഥയിലുള്ളവരെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുക. നമുക്കിത് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാവത്തില്ല എന്താ നിർജീവ അവസ്ഥയെന്ന്. വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അടുത്ത ഭാഗത്തിൽ എന്താണ് വിശ്വാസ ജീവിതത്തിലെ നിർജീവ അവസ്ഥയിൽ നിന്ന്? അവര് ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇങ്ങനെ വീണ്ടും ഒരു അടിസ്ഥാനം ആവശ്യമില്ലാത്ത ഈ വിശ്വാസ ജീവിതത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന അവരുടെ ആത്മീയ ജീവിതം എവിടാന്നിരിക്കും എന്ന് പറയോ? അവർ ജ്ഞാനസ്നാനത്തെ കുറിച്ച്, പിന്നെ കൈവപ്പിനെ കുറിച്ച്, മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച്, നിത്യവിധിയെ കുറിച്ച്, ഇങ്ങനെ അടിസ്ഥാനപരമായ ഇതിനെക്കുറിച്ചാണ് എന്നും അവരുടെ ചിന്ത. അങ്ങനെയുള്ളവരെ കുറിച്ച് വചനം പറയുന്നത്, അവരെ വിശ്വാസ ജീവിതത്തിൽ അവർക്ക് പക്വതയില്ല, അവർക്ക് ഉയർച്ച വരുന്നില്ല. ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടതാ. ജ്ഞാനസ്നാനവും മരിച്ചവരെ കുറിച്ചും മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ചും കൈവപ്പ് ശുശ്രൂഷയെ കുറിച്ചും എവിടുന്ന നമുക്ക് ആർക്കാ പ്രാർത്ഥിക്കാനുള്ള അവകാശം എങ്ങനെ കിട്ടി, അധികാരം എങ്ങനെ കിട്ടി, ആര് കൈവപ്പ് തന്നു, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ നിത്യവിധിയെക്കുറിച്ച്, ന്യായവിധി ഉണ്ടോ ഇല്ലയോ, മരിച്ചതിന് ശേഷം നമ്മൾ സ്വർഗത്തിൽ പോവോ ഇല്ലയോ, ഇങ്ങനെ ഒരുപാട് ചിന്തകളും ആ തലത്തിൽ പോകുന്നവരെ കുറിച്ച് വചനം പറയുക. വിശ്വാസ ജീവിതത്തെ അവർക്ക് യാതൊരു പക്വതയുമില്ല. അവരിന്നും പാല് കുടിക്കുന്നവരാ. അവർ കട്ടിയായ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അവര് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഇന്നും പഴയ പോലെ കുറെ നമ്മൾ കേട്ടതിനെ കുറിച്ച് ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ വചനം എത്ര ശക്തമായിട്ട് സംസാരിക്കുന്നത്. ഞാനൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല, തിരുവചനം ഒന്ന് വായിച്ചു നോക്ക്. വചനം എത്ര പെർഫെക്റ്റ് ആയിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന് ആദ്യ ഭാഗത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങള് പക്വത പ്രാപിക്കുന്നവരായിരിക്കണം. പക്വത ഇല്ലാത്തവരെങ്ങനെയാ? ഒരിക്കൽ കൂടി പറയാം, അവർ ജ്ഞാനസ്നാനത്തെ പറ്റിയും കൈവപ്പ് ശുശ്രൂഷയെ പറ്റിയും മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റിയും നിത്യവിധിയെ പറ്റിയും ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യത്തെക്കുറിച്ച് തന്നെ എപ്പോഴും സംസാരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഇതിൽ നിന്ന് മാറണം. വിശ്വാസ ജീവിതത്തിന് ആഴങ്ങളിലേക്ക് വരണം. പ്രബോധനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നവരായിരിക്കണം. നന്മ തിന്മകളെ കുറിച്ചുള്ള വേർതിരിവ് നമുക്ക് ലഭിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തെക്കുറിച്ച് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുക, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിൻ്റെയും നന്മതിന്മയും വരാനിരിക്കുന്ന യുഗത്തിൻ്റെ യുക്തിയും ശക്തിയും തിരിച്ചറിയുകയും രുചിച്ചറിയുകയും ചെയ്തവർ വീണ്ടും വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനർനയിക്കുക അസാധ്യമാണ്. ഒരിക്കൽ ദൈവവചനം അറിയുകയും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ട്, നമ്മൾ ഈ ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ട് അത് നമ്മൾ നിഷേധിച്ച് നമ്മൾ അകന്നു പോവുകയും ചെയ്താൽ പിന്നീട് ദൈവസന്നിധിയിലേക്ക് അവനെ കൊണ്ടുവരിക വളരെ അസാധ്യമാണ്. ഞാൻ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്ന പലരോടും പറയാറുണ്ട്, ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. 1, 2, 3 അവസരങ്ങളെ ദൈവത്തിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് അവസാനം വരെ നമുക്ക് അവസരം ലഭിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരോട് ദൈവത്തിന് പറയാനുള്ള കാര്യമാണ്,
വീണ്ടും ഒരവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം അസാധ്യമാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഒരു സത്യം വചനം അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും അകന്നു പോകുമ്പോൾ വചനം അവരെക്കുറിച്ച് പറയുക, ദൈവപുത്രനെ യേശുവിനെ തള്ളിക്കളയുകയും യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. നോക്കിക്ക് എത്ര ശക്തമാ തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. എത്ര ആഴത്തിലുള്ള വാക്കാ. ദൈവത്തെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറി ജീവിക്കുന്നവർ യേശുവിനെ തള്ളിപ്പറയുകയും യേശുവിനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നവരായിട്ട് മാറുകയാണെന്ന് വചനം പറയുകയാണ്. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് വരാം. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായത്. ശ്രദ്ധയോടെ ഇതൊന്ന് വായിക്കണം. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി. ദൈവം തെരഞ്ഞെടുത്ത ആത്മാവിന്റെ അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. കൂടെ കൂടെ മഴവെള്ളം അവൻ കുടിക്കും. അവന് ആർക്കു വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങൾ മുളപ്പിക്കും. ഒരുവൻ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ ദൈവവിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരുമ്പോൾ, ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ദൈവത്തിൽ ലഭിച്ചു, അഭിഷേകം ലഭിച്ചു. ഓ, എത്ര വലിയ ഭാഗ്യമാ, എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു, വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഉണർവ് ലഭിച്ചു, പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിച്ചു. കർത്താവ് പറയുക, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വർഷിക്കപ്പെടുന്നത്. ആ മഴവെള്ളം കൂടെ കൂടെ ഭൂമി കുടിക്കുന്നുണ്ടെങ്കിൽ ആ കുടിക്കുന്ന ഭൂമി, ആ കൃഷി ചെയ്യുന്നവർക്ക്, ആരാണോ കൃഷി ചെയ്യുന്നത് അവർക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയാണോ കൃഷി ചെയ്യപ്പെടുന്നത് അവർക്ക് വേണ്ടിയാണ് വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവിക ദർശനങ്ങളും കാഴ്ചപ്പാടുകളും വചനത്തിന്റെ പൊരുളുകളും വെളിച്ചങ്ങളും വെളിപ്പെടുത്തലുകളും പ്രബോധനങ്ങളും വ്യാഖ്യാനങ്ങളും നമ്മൾക്ക് വേണ്ടി ഉള്ളതല്ല. അത് നമ്മളെ ദൈവം ആർക്കോ വേണ്ടി നമ്മൾ നിക്ഷേപിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണോ അഭിഷേകം നമുക്ക് ലഭിക്കുന്നത് അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടിയല്ല, വേറെ ആർക്കോ വേണ്ടി ഒരു ദൈവ പദ്ധതിക്ക് വിധേയപ്പെടാൻ ദൈവം നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിന് ഉപയോഗിക്കാനുള്ള ഒരു ടൂളാക്കി ദൈവം നമ്മളെ മാറ്റുക. അതിനു വേണ്ടിയിട്ടാ നമ്മളിൽ ദൈവം അഭിഷേകം തരുന്നത്, പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതെങ്കിൽ ആർക്കോ വേണ്ടി ദൈവത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ. വചനം കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞത്. ആർക്ക് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നവോ അവരുടെ പ്രയോജനത്തിനായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ദൈവം ഉപയോഗിക്കുകയാണ്. അടുത്ത വാക്യത്തിൽ പറയുകയാ, ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈ പ്രക്രിയ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഭൂമിക്ക് ലഭിക്കുന്നത്. അതായത്
നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി നിറവേറി കഴിയുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ഇങ്ങനെ ഒരു വചനം ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മള് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന. കർത്താവെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിന്ന് എന്നെ നിറയ്ക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാ. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. വചനം പഠിപ്പിച്ചത് കണ്ടോ? നമുക്ക് ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്നെ കുറിച്ചിട്ടുള്ള ദൈവ പദ്ധതി ഏതെങ്കിലും ഒരു വ്യക്തി ദൈവസന്നിധിയിൽ എത്തണം, അവർ രക്ഷ പ്രാപിക്കണം. ഈ പദ്ധതി പൂർത്തിയാകുമ്പോഴാണ് ഭൂമി അനുഗ്രഹം പ്രാപിക്കുന്നത്. ആ പൂർത്തീകരണത്തിലൂടെയാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുക പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ആദ്യം നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അങ്ങനെയല്ല. ദൈവത്തിന്റെ പദ്ധതി നിറവേറി കഴിയുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. പ്രൈസ് ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും തിരുവനന്തപുരത്തിലേക്ക് വരാം. ഞെരിഞ്ഞിലുകളും മുള്ളുകളുമാണ് പുറപ്പെടുവിക്കുന്നതെങ്കിലോ അത് പരിത്യക്തമാണ്. മാത്രമല്ല അതിന്മേൽ ശാപം ആസന്നവുമാണ്. ദഹിക്കപ്പെടുക എന്നതായിരിക്കും അതിന് അവസാനം. ഭൂമിക്ക് ഒരു അനുഗ്രഹം ദൈവം കൊടുത്തു, മഴ കൊടുത്തു. അതിനോട് പറഞ്ഞു, നീ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കണം. ഒരാൾക്ക് അതിൽ നിന്നുള്ള ഫലം ആവശ്യമാണ്. നിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയിൽ നിന്നൊരു ഫലം അതിന് ആവശ്യമാണ്. അവരുടെ ജീവന് അത് ആവശ്യമാണ്, രക്ഷയ്ക്ക് അത് ആവശ്യമാണ്. പക്ഷെ ഭൂമി അത് കേട്ട്, പക്ഷെ അത് വേണ്ട വില കൊടുത്തില്ല. അവൻ ഞെരിഞ്ഞിലുകളും മുൾച്ചെടികളും ഒക്കെയാ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാൻ നടന്നില്ല. ഒരുവൻ ആവശ്യമായിരുന്നു, അവന് അനുഗ്രഹം ലഭിച്ചില്ല. അതുകൊണ്ട് അവനോട് ദൈവം ഭൂമിയോട് പറയുകയാ, നിന്റെ മേൽ ശാപം വരാൻ പോവുകയാ. തീക്ക് അഗ്നി ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും നിന്നിലേക്ക് വരിക. അതായിരിക്കും നിന്റെ അവസാനം. ഇന്ന് കർത്താവ് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെയും നിങ്ങളെ കുറിച്ചിട്ടൊരു ദൈവ പദ്ധതിയുണ്ട്. ആ ദൈവ പദ്ധതി നമ്മളിലൂടെ നടന്നാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും. അല്ലേ കർത്താവ് പറയാ, ശാപമായിരിക്കും. ദഹിപ്പിക്കപ്പെടുക എന്നതായിരിക്കും അതിൻ്റെ അവസാനം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ, എന്നും ദഹിപ്പിക്കപ്പെടുന്ന അവസ്ഥ, കത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. തീയിലിട്ടതുപോലെയാ, വെന്തുരുകുന്ന പോലെ ഉരുകിയുള്ള ജീവിതം നമുക്ക്. എന്നും സമാധാനമില്ലാത്ത ജീവിതം, പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മാത്രം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടും ആ അനുഗ്രഹം ഒന്നും വരുന്നില്ല. എത്ര ദൈവസന്നിധിയിൽ പോയിട്ടും എത്ര വിളിച്ചിട്ടും നമ്മുടെ വിളിക്ക് മറുപടി വരുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായി പറയുക, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളിലേക്ക് മഴ പെയ്ച്ച് എന്തിനു വേണ്ടിയിട്ടാ? വേറെ ആർക്കോ വേണ്ടി, ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാ. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ലഭിച്ചത് മുള്ളും മുൾച്ചെടികളും ഞെരിഞ്ഞിലുകളോ ഒരു ഉപകാരവും. നിങ്ങൾക്ക് മഴ ലഭിച്ചിട്ട് ദൈവം ആഗ്രഹിച്ച ഒരു ഉപകാരവും നിങ്ങളിലൂടെ മറ്റുള്ളവർക്കുണ്ടായില്ല. ആർക്കൊക്കെ അനുഗ്രഹം വേണമോ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ നിർത്തിയത്. അവർക്കാർക്കും നിങ്ങളിലൂടെ അനുഗ്രഹം ലഭിച്ചില്ല. അതുകൊണ്ട് പറയുക, അനുഗ്രഹത്തിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ ശാപം വരുന്നത്. ദഹിപ്പിക്കുന്ന അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. എന്നും സമാധാനമില്ലാത്ത, നമ്മുടെ കുടുംബത്തിൽ സമാധാനവുമില്ല, തലമുറകൾക്ക് അനുഗ്രഹവുമില്ല, കൂടപ്പറമ്പുകൾക്ക് അനുഗ്രഹവുമില്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ മാത്രം. വളരെ ആഴത്തിലുള്ള ഒരു കാര്യം ഇന്ന് നമ്മളെ ദൈവം പഠിപ്പിച്ചത്. നിങ്ങൾ പല ആവർത്തി ഈ വചനഭാഗം ഒന്ന് വായിക്കണം. അപ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക മനസ്സിലാകും. കർത്താവ്